ഹായ് എവരി വൺ, എൻ്റെ പേര് ബിന്ദു. ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറലായിട്ട് ഒരു ടോപ്പിക്കാണ് വരിക. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്. എന്ത് കഴിച്ചാലും ഗ്യാസാണ്. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകാനും എനിക്കിഷ്ടമല്ല, ബസ്സിലോ കാറിലോ. എന്താ വെച്ചാൽ അപ്പോഴും അവർക്ക് ഈ ഗ്യാസായിട്ട് ഛർദ്ദിക്കാനൊക്കെ തോന്നും. അതേപോലെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ പാർട്ടീസൊക്കെ പോയി വന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് നെക്സ്റ്റ് ഡേ അവർക്ക് ഭയങ്കര ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരും. അപ്പോൾ ഇതിനെയൊക്കെ തടസ്സം മാറ്റാനായിട്ട് മോദി കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അമൃതശക്തി. ഇത് റിയലി 100 ക്യാപ്സ്യൂൾസ് ഉള്ള ഒരു ബോട്ടിലുണ്ട്. ഇതിൽ വന്നിട്ട് നാച്ചുറൽ വേ ആയിട്ട് നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലംസ്, ഇൻഡൈജഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു സപ്ലിമെൻ്റാണ് ഇത്. ഈ അമൃതശക്തി പേരിൽ തന്നെ ഉണ്ട് അമൃതശക്തി. അപ്പോൾ ഇതിൽ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയുർവേദിക്കിൻ്റെ ഹെർബ്സിൻ്റെ നല്ലൊരു 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിലെന്തൊക്കെയാണ് അതിലുള്ളത്? ഫസ്റ്റ് വൺ വന്നിട്ട് കൽപ്പൂരം, അത് കഴിഞ്ഞ പുതിന, പിന്നെ അജ്വൈൻ ആൻഡ് ഗ്രാമ്പൂ. ഈ കൽപ്പൂരം വന്നിട്ട് നമ്മുടെ വയറിനെ വാം ചെയ്തിട്ട് നമ്മുടെ ഈ വോമിറ്റിങ്ങിൻ്റെ സെൻസേഷനും പിന്നെ ഈ ഡയേറിയയുടെ പ്രോബ്ലംസിനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ പുതിന എന്താ വെച്ചാൽ അതൊരു എക്സലൻറ്റ് ആൻറ്റി ഗ്യാസ് ആണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ വേ ആയിട്ട് ഗ്യാസ് റിലീസ് ചെയ്യും, ഇൻഡൈജഷൻ പ്രോബ്ലം സോൾവ് ചെയ്യും, നമ്മുടെ വയറുവേദനയൊക്കെ മാറ്റിത്തരും. അതേപോലെ നമ്മുടെ അജ്വൈനാണ്, അതൊരു ഡൈജസ്റ്റീവ് ജ്യൂസസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ ഇൻഡൈജഷൻ പ്രോബ്ലമിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യും. അതേപോലെ ഞാൻ പറഞ്ഞത് ഗ്രാമ്പു ഓയിൽ, അതാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ അമൃതശക്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡൈജഷൻ പ്രോബ്ലം സോൾവ് ആവും, ഛർദിയൊക്കെ പ്രോബ്ലമൊക്കെ സോൾവ് ആവും. നോട്ട് ഓൺലി ദാറ്റ്, നമ്മളിപ്പോൾ ജേർണിയിലേക്കൊക്കെ പോകുമ്പോൾ ഷുവറായിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് പോയാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് യാത്രയിലൊന്നും ഛർദ്ദിക്കാനേ തോന്നില്ല. ഇതെല്ലാവരും ഓരോരോ വീട്ടിലൊന്ന് സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ഷുവറായിട്ട് കഴിക്കണം. അതേപോലെ നമ്മൾ പാർട്ടിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കഴിച്ചിട്ട് കിടക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആവും. താങ്ക്